പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി മധുരമുള്ള ഒരു ചെടിയാണ് മധുര തുളസി. ഇതിന്റെ ഇല ഭക്ഷണത്തിൽ ഉപയോഗിക്കുവാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടുത്തിടെയാണ് അനുമതി നൽകിയത്. ശീതളപാനീയങ്ങൾ, മിഠായികൾ, ബിയർ, ബിസ്ക്കറ്റുകൾ എന്നിവയിൽ പഞ്ചസാരയ്ക്ക് പകരമായി മധുര തുളസി ചേർക്കുവാൻ തുടങ്ങിയതോടെ ഇതിന്റെ ആവശ്യകത 10 മടങ്ങ് വർദ്ധിച്ചു. മധുരം അമിതമാണെങ്കിലും മധുര തുളസിയുടെ ആരോഗ്യഗുണം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളും താരൻ, മുഖക്കുരു, മുടികൊഴിച്ചൽ തുടങ്ങിയവയും നിയന്ത്രിക്കാൻ മധുര തുളസി സഹായിക്കും. മധുര തുളസി കൃഷി വളരെ ലളിതമാണ്. കേരളമടക്കം ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളുടെയും കാലാവസ്ഥ കൃഷിക്ക് അനുയോജ്യം. മധുര തുളസിയുടെ വേരുകളാണ് നടേണ്ടത്. 1 മുതൽ 2 മാസക്കാലമാണ് ചെടികൾ പാകമാകുവാനുള്ള സമയം. ചെടികളിൽ വെള്ള നിറമുള്ള പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നതോടെയാണ് വിളവെടുപ്പ് കാലം. പാകമായ ഇലകൾ കത്രിച്ചെടുത്തതിന് ശേഷം ഉണക്കുവാനായി കൊണ്ടുപോകും. ഇലകൾ ഉണങ്ങുവാൻ 6 മുതൽ 8 മണിക്കൂർ വരെ സമയം മതിയാവും. നന്നായി ഉണങ്ങിയ ഇലകൾ ശേഖരിച്ച് മില്ലുകളിലേക്ക് കൊണ്ടുപോകും. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന 0 കാലറി മധുരമാണ് മധുര തുളസിക്കുള്ളത്. പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായി മധുര തുളസി ഉപയോഗിക്കാം. ഇതിൽ അടങ്ങിയിട്ടുള്ള സ്റ്റീവിയോൾ, ഗ്ലൂക്കോസൈഡ് എന്നിവ സംയുക്തമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നത്. ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മധുര തുളസി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കുവാൻ മധുര തുളസി സഹായിക്കും. ശരീരഭാരം കുറയ്ക്കുവാൻ മധുര തുളസി ഉത്തമമായ ഒരു മാർഗമാണ്. ഇതിൽ കാലോറി തീരെ അടങ്ങിയിട്ടില്ല. പഞ്ചസാരയ്ക്ക് പകരമായാണ് മധുര തുളസി ഉപയോഗിക്കേണ്ടത്. കൊഴുപ്പേറിയ ഭക്ഷണത്തോടുള്ള ആർത്തി ഇല്ലാതാക്കുവാനും ഇതിന് സഹായിക്കുന്നു. പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി എങ്കിലും മധുരമുള്ള മധുര തുളസിയെക്കുറിച്ച് കൂടുതൽ അറിയാം. പൊതുസമൂഹത്തിന്റെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുക.